സഹകരണ മേഖലയിലല്ലാതെ സംരംഭങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൂര്യ അബ്ദുൾ ഗഫൂർ അഭിപ്രായപ്പെട്ടു. 14ാമത് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കേരള സംവാദത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചെറുകിട ബദൽ സംരംഭങ്ങൾ, വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി. വൻകിട കോർപ്പറേറ്റ് ഭീമന്മാരുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന ചെറുകിട സംരംഭങ്ങളിലൊന്നാണ് കേരള വിഷൻ എന്ന് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൂര്യ അബ്ദുൾ ഗഫൂർ അഭിപ്രായപ്പെട്ടു. സഹകരണ മേഖലയില്ലാതെ സംരംഭങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 14ാമത് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കേരള സംവാദ വേദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എല്ലാവരും മത്സരത്തിന്റെ അടിമകളായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ ആരാണ് മത്സരത്തിൽ മുമ്പിൽ എന്ന് ചോദിക്കുമ്പോൾ കോർപ്പറേറ്റ് ലെവലിലുള്ള വൻ ഭീമന്മാരുടെ മുമ്പിൽ നമ്മളെപ്പോലുള്ള ചെറുകിട ആളുകൾ മുട്ടുകുത്തി പോവുകയാണ്. അതിന് കേരളത്തിൽ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊന്നാണ് കേരള വിഷൻ. ഇന്ത്യയിലുടനീളമുള്ള മാധ്യമങ്ങളെ കോർപ്പറേറ്റ് മുതലാളിമാർ വിലക്ക് വാങ്ങിയപ്പോൾ ഏതാണ് യഥാർത്ഥ ന്യൂസ് അറിയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ ഞങ്ങളുണ്ട് നിങ്ങൾക്ക് ശരിയായ ന്യൂസ് തരാനെന്ന് സധൈര്യം വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലുടനീളം പ്രേക്ഷകരിൽ നല്ലൊരു രീതിയിലുള്ള പിന്തുണ ആർജിച്ചുകൊണ്ട് പോകാനുള്ളൊരു കാരണം കേരളത്തിലെ മനസ്സ് അങ്ങനെയാണെന്നുള്ളതാണ്. ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും മാതൃകാപരമായിക്കൊണ്ടുള്ളൊരു പ്രവർത്തനം വ്യാപാരികൾക്ക് ഒരു പ്രത്യേക മന്ത്രാലയം തന്നെ രൂപീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെടുവിച്ച കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യക്കാകമാനം മാതൃകയായിക്കൊണ്ട് ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു രീതി ഞാൻ ഇദ്ദേഹത്തിൻ്റെ വാക്ക് ഒന്നുകൂടി കടമെടുക്കുകയാണ്. ചെറുകിട വ്യാപാരികളും കോർപ്പറേറ്റ് ആവണം എന്നുള്ളതാണ്. സഹകരണ മേഖലയിൽ കൂടി അല്ലാതെ ഇന്ന് കേരളത്തിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. കുറഞ്ഞ കാലം കൊണ്ട് 4000-ലധികം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനെ ഒരു കുടക്കീഴിൽ നിർത്തുകയും വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ ഒരു ബദൽ മാതൃക തീർക്കുകയും ചെയ്തതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ പറഞ്ഞു. അതേസമയം കോർപ്പറേറ്റുകൾ കീഴടക്കിയ ഇന്നത്തെ കാലത്ത് കോർപ്പറേറ്റുകൾ ആകുക എന്നതിലുപരി കോർപ്പറേറ്റ് മാതൃകയ്ക്കെതിരായി എങ്ങനെ വിജയിക്കാമെന്നതാണ് പ്രാധാന്യമെന്ന് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി ഡോക്ടർ MG സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് കുടുംബശ്രീയുടെ മുന്നോട്ടുള്ള പ്രയാണമെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ രചുല പറഞ്ഞു. വരും കാലം കുടുംബശ്രീയുടെ ഒരു സംരംഭമായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാറുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ഡിജിറ്റൽ ആൻഡ് ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ മോഡറേറ്ററായിരുന്ന സെമിനാറിൽ കേരള വിഷൻ ചാനൽ MD പ്രജേഷ് അച്ചാണ്ടി സ്വാഗതവും COE സംസ്ഥാന കമ്മിറ്റി അംഗം AC നിസാർ ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.